ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. രാവിലെ ചോറ് കൊണ്ടുപോകാനായിട്ട് ചോറ് വെന്തു. പിന്നെ പയറും നിത്യവേദനങ്ങായും കോവയ്ക്കായും എല്ലാം ഇട്ടൊരു മെഴുക്ക് വരട്ടി. പിന്നെ പച്ചമാങ്ങ വെച്ചരച്ച തേങ്ങാ ചമ്മന്തി, ഉണക്കമീൻ വറുത്തത്. അപ്പോൾ ഏട്ടന് ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ വെച്ചാണ് ഏട്ടന് ചോറ് കൊടുത്ത് വിട്ടത്. മാങ്ങ ഇത്രയല്ല, ഇനി അപ്പുറത്തൊക്കെ കാണും പറക്കാൻ. കുഞ്ഞിന് പറ്റുന്നിടത്തേല കുഞ്ഞ് വറക്കത്തുള്ളൂ. അപ്പുറത്ത് അയ്യത്തൊക്കെ കാണും. ഒരു 3 മാങ്ങ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇത്തുനിന്നുള്ള തന്നെ. ഇത് ഇടയ്ക്ക് കുറച്ച് പച്ചയൊക്കെ ഞങ്ങൾ പറിച്ച് അച്ചാറിട്ടായിരുന്നു. ഇത് ഒരു 10-20 എണ്ണത്തിനകത്തെങ്ങാണ്ടേ ഉണ്ടായിട്ടുള്ളായിരുന്നു. ചെറിയൊരു മാവ. അപ്പോൾ അതിലെ പഴുത്തു. ഇനി ഒരു 3-4 നിപ്പുണ്ട്. അപ്പോൾ ഇന്നിനി ജംഗ്ഷന് വരെ ഒന്ന് പോകണം. കറണ്ട് ബില്ല് അടയ്ക്കാൻ പോകണം. പിന്നെ മോടെ LICയുടെ അടയ്ക്കാൻ പോകണം. അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാൻ കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാവരും ജോലിക്ക് പോയി. രാവിലെ എല്ലാവർക്കും പൊതിയൊക്കെ എല്ലാവരും പോയി, പൊതിയൊക്കെ കെട്ടിപ്പോയി. പിന്നെ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ കൊച്ചുമോന് ഇന്ന് രാവിലെ അവരുടെ അമ്മൂമ്മയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇപ്പം 3-4 ദിവസം കൊണ്ട് ഇങ്ങനെ അടുത്തടുപ്പിച്ച് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പിന്നെ വേറെ എന്താ, അവന് ഇനി വൈകിട്ടേ വരത്തുള്ളൂ. പിന്നെ മോൾ ഇന്ന് ഉച്ചയാകുമ്പം വരും. മോൾക്ക് ഉച്ച വരെ ഉള്ളൂ. മോർണിംഗ് ഉച്ച വരെ ഉള്ളൂ. മോൾ ഉച്ചയാകുമ്പം വരും. അപ്പോഴത്തേക്ക് ഞാനും പോയിട്ടിങ്ങ് വരും. അങ്ങനെ രാവിലെ കഴിക്കാനായിട്ട് ചോറ്, ഇന്നലത്തെ മീൻകറി, പിന്നെ ഇന്നലത്തെ മാങ്ങാക്കറി, ഉണക്കമീൻ വറുത്തത്, പച്ചമാങ്ങ ഇട്ട് അരച്ച തേങ്ങാ ചമ്മന്തി, മെഴുക്കുവരട്ടി. ഇത്രയായിരുന്നു രാവിലെ കഴിച്ചത്. ഞാൻ ജംഗ്ഷനിലോട്ട് പോവുകയാണ് കൂട്ടുകാരെ. ഭയങ്കര വെയിലായി. രാവിലെ പോകണമെന്ന് വിചാരിച്ചാൽ പറ്റിയില്ല എന്നല്ല, മടിച്ചു പോകാൻ. പിന്നെ പോകാതിരിക്കാനും പറ്റില്ല. ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടത്. ഇപ്പം അതുകൊണ്ട് പിന്നെ അങ്ങ് പോകുക. ചിലപ്പോൾ ഒക്കെ അങ്ങ് മടിയാണ് എങ്ങോട്ടേലും പോകാനും വരാനും ഒക്കെ. വീട്ടുകാർക്കുണ്ടോ അങ്ങനെ? എനിക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോക്ക് വരവ് വലിയ പ്രയാസമാണ്. വീട്ടിലിരുന്ന് വീട്ടിലെ ചോറും കറിയൊക്കെ വെച്ച് വീട്ടിലിരിക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഇതിലേക്ക് വീട്ടിൽ പോടാ. വണ്ടി വെക്കുന്നിടത്ത് വന്നു. വെയിലാ കൂട്ടുകാരേ, പോയിട്ട് വരാം. മടി. എൻ്റെ കുപ്പിവളകൾ കണ്ടോ കൂട്ടുകാരെ? അങ്ങനെ ജംഗ്ഷനിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് പോച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇവിടെ ചെത്തി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കൈ വയ്യാത്തതുകൊണ്ട് ഒന്നാമത് എനിക്ക് ഇടത്ത് കൈയാണ് കൂടുതൽ ഒരുവിധം വാക്ക്. അപ്പോൾ ഇടത്ത് കൈ അങ്ങനെ ഒത്തിരി എടുത്ത് നമുക്ക് ജോലി ചെയ്യാനും പറ്റില്ല. എന്നാലും കൈക്കൊക്കെ പിന്നെ വേദന ഉണ്ടാകും. എന്നാലും ഞാൻ വിചാരിച്ചു കുറച്ച് പോച്ച അങ്ങ് ചെത്തിക്കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തു. കുറച്ചൊക്കെ അങ്ങനെ അച്ഛനെ അടക്കിയ സ്ഥലത്തായിരുന്നു കുറച്ചേറെ പോച്ച ഉണ്ടായിരുന്നു അതിൻ്റെ സൈഡിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെത്തിക്കളയാമെന്ന് വിചാരിച്ചു. ഞാൻ ആ വഴി അങ്ങോട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ അങ്ങനെ അവിടെ പോച്ച കണ്ടപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ അതങ്ങ് ചെത്തി വൃത്തിയാക്കാമെന്ന്. പിന്നെ അങ്ങനെ അവിടെ അത്രയും വൃത്തിയാക്കി തൂത്തും വാരിയിട്ട് അവിടെ പോച്ചയൊക്കെ വാരി കളഞ്ഞിട്ട്. പിന്നെ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് നമുക്കൊരു മടിയാണ് ജോലി ചെയ്യാൻ. പിന്നെ എത്ര പോച്ച പറിച്ചെന്ന് പറഞ്ഞാലും കൂട്ടുകാരെ, വയലായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ പിച്ചിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പോഴൊക്കെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ പിന്നെ ജോലിക്കൊക്കെ പോയി കഴിയുമ്പോൾ വലിയ പാടാണ്. മഴയും കൂടെ ആകുമ്പോഴത്തേനൊന്നും പറയണ്ട. എന്നാലും നോക്കാം. പിന്നെ വഴി ഞാൻ പിന്നെ കുറച്ചിടം വൃത്തിയാക്കിയായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കൂട്ടുകാരെ. അപ്പം ഇങ്ങനെ മടിച്ചു പിന്നെ ഞാനങ്ങ്. പിന്നെ ഈ കൈ വയ്യാത്തതുകൊണ്ട് നേരത്തെയൊക്കെ ഞാൻ തന്നെ ആയിരുന്നു ഇവിടെ വയലിലെ എല്ലാ ജോലികളും കാര്യങ്ങളും ചെയ്യുന്നത്. കപ്പയിടും അങ്ങനെ എല്ലാം ചെയ്യുമായിരുന്നു. കിളച്ചൊക്കെ ഓരോ ജോലി ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം കൈ വയ്യാതായപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. എങ്കിലും ചെയ്യാവുന്ന പോലൊക്കെ ചെറിയ രീതിയിൽ ചെയ്യും.
അവിടെ എത്ര ഇടത്തെ പോച്ചയൊക്കെ ചെത്തി കരിലയൊക്കെ തൂത്ത് വാരി തീയിട്ടു. അപ്പം പട്ടിക്കുഞ്ഞിങ്ങനെ നോക്കി നിൽക്കുന്ന അവിടെ ഇങ്ങനെ ഇവരെന്തോ കാണിക്കുവാന്നായിരിക്കും. അപ്പം അച്ഛൻ്റെ അടുത്തൊക്കെ ഇങ്ങനെയാണ് വൃത്തിയാക്കിയത്. അപ്പോൾ ഈ ഒരു പുല്ല് ഇവിടെ ഇങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു, അത് പകുതിയൊക്കെ അങ്ങ് ചെത്തിക്കളഞ്ഞു. പക്ഷെ നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് കുറച്ച് കളഞ്ഞില്ല. അപ്പോൾ ഇത്രയാണ് വൃത്തിയാക്കിയതൊക്കെ. അപ്പോൾ ആ കിടക്കുന്ന പച്ച കളറിലെ പുല്ല് ഇനി ഇങ്ങനെ അത് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ചുറ്റിനും അങ്ങനെ വളർത്തണമെന്നാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ വഴി ഇങ്ങനെ കുറച്ചിടം വരെ വൃത്തിയാക്കി. അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ മോള് വന്നപ്പം പണി നിർത്തി. പിന്നെ മോളുടെ പുറകിന് പോയിരുന്നു. കൂടുതലും തന്നെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇങ്ങോട്ടൊക്കെ അങ്ങ് ഇറങ്ങി നിൽക്കുന്നത്. ചില സമയത്തൊക്കെ ഫോണിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും, ചില സമയത്ത് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യും പോയി. അപ്പോൾ ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊരിതാ ജോലി ചെയ്യാനൊക്കെ. ഇപ്പം തന്നെ എല്ലാം ഉണ്ടായതുകൊണ്ട് പിന്നെ അങ്ങ് മടി വരും. എന്നാലും പിന്നെ കുറേശ്ശെ പറ്റുന്ന രീതിയിൽ ചെയ്യും. ഒന്ന് കാല് നമുക്കൊത്തിരി ബലം കൊടുക്കാൻ പറ്റില്ല, ഒന്ന് കൈക്കും പറ്റില്ല. ഇപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. എന്നാലും അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ കൂട്ടുകാരേ.